എന്തായാലും നമുക്ക് എല്ലാ ദിവസവും പോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ ബോഡിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ്. നമുക്ക് എന്ത് രോഗങ്ങൾ വരാതിരിക്കാനാണ്, എന്ത് പ്രശ്നങ്ങളും നമ്മുടെ ബോഡിയിൽ വരാതിരിക്കാനാണ് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടെന്നുള്ള ഓരോരോ ദിവസങ്ങളും ഓരോരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് ഒരു മിനിറ്റ് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പ്ലീസ്. താങ്ക് യു ആൾ. കൃത്യസമയത്ത് തന്നെ നമ്മുടെ ഈ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ ഈ വെബിനാറിനൊക്കെ എത്തിയിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ഹാർദവമായി വെൽക്കം ചെയ്യാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഇന്ന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ഇന്നത്തെ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ കഴിക്കണ ഈ ഒരു ഫുഡ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ ബോഡിയിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിருந்து നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയെ കുറിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആയുർ റിവാപിൽസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണം, ഇതിന്റെ ഗുണങ്ങൾ എന്താണ്, ഇത് എന്തൊക്കെ കാറ്റഗറിയിലുള്ളവരൊക്കെ യൂസ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് വെക്കുക, കയ്യിൽ നോട്ട്ബുക്ക് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർക്കും ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് മാറട്ടെ. അപ്പോൾ ഈ പ്രോഗ്രാം ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിലെ തന്നെ നമ്മുടെ അഡ്വൈസർ ബോർഡ് മെമ്പർ ആയിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് മുഹമ്മദ് സിദ്ദിഖ് സാറിനെ ഞാൻ ഹാർദവമായി വെൽക്കം ചെയ്യാണ്. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു ഡിഡി, താങ്ക് യു വെരി മച്ച്. എന്റെ ശബ്ദം ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ സാർ. താങ്ക് യു. സോ ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഡിഡി സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഉൽപ്പന്നം ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം നമ്മൾ നിലവിൽ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള എല്ലാ സപ്ലിമെന്റുകളും ഒന്നിനൊന്ന് മികച്ചതാണ്. ഒന്നും നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഉൽപ്പന്നങ്ങളല്ല. എല്ലാം നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. പിന്നെ എല്ലാം എല്ലാവർക്കും ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിയില്ല എന്നും അറിയാം. അപ്പൊ ഇന്ന് സംസാരിക്കുന്ന ഉൽപ്പന്നം ആയുർ ലിവാപിൽസ് ആണ്. അതിന്റെ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ലിവറിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്കറിയാം, ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ ന്യൂട്രീഷ്യൻസിന്റെ ഡെഫിഷ്യൻസി അതിനെ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മളുടെ ഭക്ഷണത്തിൽ പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, അതിനെ നികത്തുന്ന കാര്യങ്ങളാണ് സംസാരിച്ചതെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് സൂചിപ്പിച്ചിരുന്നു. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രീഷ്യൻസിന്റെ അളവ് കുറയുകയും അതല്ലെങ്കിൽ അത്തരം കൃത്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കുറയുകയും ഒപ്പം തന്നെ ഒരുപാട് തരത്തിലുള്ള കെമിക്കൽസുകളും അഡിക്റ്റീവ്സും കളറിങ്സും പ്രിസർവേറ്റീവ്സും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ കൂടുതലാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഉപയോഗിക്കുന്ന ചായ മുതൽ അതല്ലെങ്കിൽ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ. അപ്പൊ ഇതൊരിക്കലും ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. അപ്പൊ ഇത്തരം ടോക്സിൻസ് അതല്ലെങ്കിൽ ഇത്തരം ശരീരത്തിന് അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെന്റ്സ് ശരീരത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇതിനെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രവൃത്തിയെടുക്കേണ്ട ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം എന്നാണ് ലിവറിന് അറിയപ്പെടുന്നത്. അപ്പോൾ ലിവറാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളെ പ്രോസസ് ചെയ്ത് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും, ശരീരത്തിൽ നിന്നും വിഷാംശങ്ങളെ പുറന്തള്ളുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സാണ് ഈ ഒരു അവയവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ലിവർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ നിസ്സാരമായ ഒരു കാര്യമല്ല. ഇപ്പൊ ലിവറിന്റെ കേടുപാടുകൾ വന്നാൽ തന്നെ ലിവർ വളരെ ക്ഷമയുള്ള ഒരു അവയവമാണ്. അതിന് ഒരു 90-95% അതല്ലെങ്കിൽ 98% വരെയൊക്കെ ആ ഒരു അവയവം പിടിച്ചു നിൽക്കും. ചിലപ്പോൾ ഒരു സിംറ്റം പോലും തരാതെ നമ്മൾ ഒന്നുപോലും
അറിയിക്കാതെ ആ അവയവം നമ്മൾ സംരക്ഷിച്ചു നിർത്തും. ഏതാണ്ട് ഒരു 500-ൽ പരം ജൈവരാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു അവയവമാണ്. അപ്പൊ നമ്മൾ സാധാരണ വിചാരിക്കും എനിക്കിപ്പോ ലിവറിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, കാരണം അവിടുന്ന് ഒരു കംപ്ലൈന്റും പറയുന്നില്ലല്ലോ. അത് വളരെ 500-ൽ പരം രാസപ്രവർത്തനങ്ങൾ, നമ്മുടെ ഹോർമോൺ ഉൽപാദനം തുടങ്ങി, നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ നീക്കുന്നത് തുടങ്ങി, നമ്മുടെ ശരീരത്തിലേക്ക് അധികമായി വരുന്ന ഗ്ലൂക്കോസിനെ കൺവെർട്ട് ചെയ്യുന്നത് മുതൽ, അതുപോലെ തന്നെ ഫാറ്റിന്, ഇപ്പോ അധികമായി വരുന്ന ഗ്ലൂക്കോസിനെ ഫാറ്റാക്കി മാറ്റുകയും ഇത് ആവശ്യ സമയത്ത് തിരിച്ചെടുത്ത് എനർജിയാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സുകൾ, ഇൻക്ലൂഡിങ് ചുവന്ന രക്താണുക്കളെ, രക്താണുക്കളുടെ അതിന്റെ എന്താണ് ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള സെൽസുകളെല്ലാം നീക്കം ചെയ്ത് അങ്ങനെ നമ്മളുടെ ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ ഒക്കെ ഉറപ്പുവരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ വിചാരിക്കും ഇതിന് പ്രത്യേകിച്ചൊരു സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും തരാത്തത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട എന്നല്ല. കാരണം ഒരു 90-98% വരെ അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് വലിയ സിംറ്റംസ് ഒന്നും തരാതെ ചിലപ്പോൾ പണിയെടുക്കും. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ അത് എഫക്ട് ചെയ്യുന്ന ഒരു നമ്മളുടെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും, കാരണം 500-ലധികം ജൈവരാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു അവയവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനൊരു കംപ്ലൈന്റ് വന്നാൽ പിന്നീട് തിരിച്ചു കയറി വരൽ വളരെ പ്രയാസമായിരിക്കും. എന്നാൽ ലിവറിന് വേറൊരു പ്രത്യേകതയും കൂടി ഉള്ളത്, അതിന്റെ ഒരു ചെറിയ അംശം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പൂർണ്ണമായി തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരാൻ കഴിയുന്ന ഒരു അതിശക്തമായ തിരിച്ചുവരവ് നടത്താൻ കഴിയുന്ന ഒരു അവയവം കൂടിയാണ് ലിവർ എന്ന് പറയുന്നത്. പക്ഷെ എന്ത് വേണം, അതിന് വേണ്ട പോഷകങ്ങൾ അവിടെ കൃത്യമായി കിട്ടണം. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ വരുന്ന പ്രോട്ടീൻസ്, അതിന് അമിനോ ആസിഡുകളും അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ നമ്മുടെ ശരീരത്തിൽ, ഇപ്പൊ ഹീലിംഗ് പ്രോസസ് അടക്കം, മീൻസ് ഇപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളടക്കം, ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോൺ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതടക്കം, അതല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നതടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു പങ്ക് വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ലിവർ എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് തരുമ്പോൾ മാത്രമല്ല, ഇപ്പൊ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയും. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് കുറെ കള്ളു കുടിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ലിവറിന്റെ പ്രോബ്ലം വരുള്ളൂ എന്നല്ല. കാരണം അമിതമായി ആൽക്കഹോൾ ചെന്നപ്പോൾ അതിന്റെ വിഷാംശങ്ങളെ നീക്കം ചെയ്ത് ഒരുപാട് നീക്കം ചെയ്യേണ്ടി വന്നപ്പോൾ സംഭവിച്ചതാണ്. ഇന്ന് അതേ അവസ്ഥ തന്നെയാണ്. ആൽക്കഹോൾ കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ ദൈനംദിനം നമ്മളുടെ ഭക്ഷണത്തിലും നമ്മൾ തൊടുന്നതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളിലും വിഷപദാർത്ഥങ്ങളുണ്ട്. ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാന്ന് പറയുന്ന വലിയൊരു കടമ്പയാണ് ലിവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു കംപ്ലൈന്റ് വരാതെ നോക്കുക. കംപ്ലൈന്റ് വന്നാലും അവിടെയും നമ്മൾ നല്ല ന്യൂട്രീഷൻസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു അവയവത്തിന് തിരിച്ചു വരാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അതുപോലെ തന്നെ കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടി നമുക്കിതൊരു പ്രിവെൻഷൻ ആയും നല്ല ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വിഷയം അതുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നത്തിനെയാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ബാക്കി ഞാൻ അതിന്റെ സ്ലൈഡ്സിലേക്ക് പോകാം. അപ്പൊ ഇന്ന് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് ആയുർ ലിവ പിൽസ് ആണ്. 17ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റുകളിൽ ഒരു സപ്ലിമെന്റ് ആണ് ആയുർ ലിവ പിൽസ്. 15 നമ്മൾ മാർക്കറ്റിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസോട് കൂടി മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത്. ദെൻ സാധാരണ നമുക്ക് വെൽനസ് ഉൽപ്പന്നങ്ങളും മറ്റു ഇതര ഉൽപ്പന്നങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ, അതല്ലെങ്കിൽ ഓക്സിജനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ നമുക്കറിയാം 100% ഇപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് കടമ്പകൾ കടന്നതിന് ശേഷമാണ് ഒരു ഉൽപ്പന്നത്തിന് ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ് കിട്ടുന്നത്. സാധാരണ ഫുഡ് ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് അത്ര
ആ, വലിയ കടമ്പകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഉൽപ്പന്നം ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിന്റെ ഇൻഗ്രീഡിയൻസുകൾ നോക്കണം, അതിന്റെ നാച്ചുറാലിറ്റി നോക്കണം, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അലൗ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രോസസ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഉൽപ്പന്നത്തിന് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. അപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നാൽ വേറൊന്നുമില്ല, ഫുഡ് ഫോർ സ്പെഷ്യൽ മെഡിക്കൽ പർപ്പസ്, അതായത് ഔഷധ മൂല്യമുള്ള ഭക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ സാധാരണ രീതിയിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുന്ന മരുന്നുകളെ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് എന്നാണ് പറയുന്നത്. എന്നാൽ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ കെമിക്കൽ ഫോമിൽ വരുന്നുവെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ തന്നെ ഏറ്റവും ഔഷധ ഗുണമുള്ള രൂപത്തിലേക്ക് എടുത്തിട്ടുള്ള ഉൽപ്പന്നങ്ങളെയാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. ഇനി ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈറ്റ് ചോയ്സ് ഫോർ കംപ്ലീറ്റ് ഹെൽത്തി ഫാമിലി. അതായത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഹെൽത്തി ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ചോയ്സ് ആണ്, ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് 100% നാച്ചുറൽ ആണ്, 100% ഹെർബൽ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കെമിക്കലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. പ്രൂവൺ റിസൾട്ട് നൽകുന്നതാണ്. നമുക്ക് കിട്ടുന്ന ഗുണം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താരതമ്യേന വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രൂപത്തിലാണ് ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എത്തിച്ചിട്ടുള്ളത്. ഇത് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ സജീവ് കുമാർ. അദ്ദേഹം എത്നോ മെഡിസിൻ PhD ഹോൾഡറാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിലുകളിലേക്ക് എന്തായാലും പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തർക്കും ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ധാരാളം റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ലഭിക്കുന്നതാണ്. എനിവേ, ഈ ഉൽപ്പന്നങ്ങൾ, ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ലോകത്തിന് മുഴുവനും ഒരു സൗഖ്യം നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഈ ഒരു കോൺസെപ്റ്റ് മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുന്ന ഓർഗനൈസേഷനാണ് ഓക്സിജനോ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ബാംഗ്ലൂർ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ്. ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ സജീവ് കുമാർ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്സിജൻ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റിനെ എത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഓർഗനൈസേഷനാണ് ഓക്സിജൻ ഇന്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളുടെ oxyshop.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, അതിൽ കയറി നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നമുക്ക് അവിടെ ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ISO 22000 2018 FTA GMP സർട്ടിഫിക്കേഷൻ, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ സർട്ടിഫിക്കേഷൻ. ആയുഷ് ശ്രീ പത്മ യുടെ പേരിലാണ് നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ് ഉള്ളത്. ഇന്നത്തെ ഉൽപ്പന്നം ആയുർ ലിബ പിൽസ് ആണ്. അപ്പൊ നേരത്തെ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു, നമ്മളൊരു ലിവറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓർഗൺ ആണ്, സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗൺ എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്ന ലിവറിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ ആണ് ആയുർ ലിബ പിൽസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ലിവർ ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ ലിവറിന് പങ്കുണ്ട്. ഹോർമോൺ പ്രൊഡക്ഷൻസിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റിനെ കൺവെർട്ട് ചെയ്ത് എനർജി ആക്കാനും, അതുപോലെ തന്നെ എക്സസ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റി ഫാറ്റാക്കി മാറ്റിയൊക്കെ ശേഖരിക്കാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. അതുകൂടാതെ വിറ്റാമിൻ A, D, E, K, B12 തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും, മിനറൽസിൽ പ്രത്യേകിച്ച് അയൺ, കോപ്പർ പോലുള്ള മിനറൽസ് ശേഖരിച്ച് വെച്ച് അതാത് സമയങ്ങളിൽ ആവശ്യമുള്ളപ്പോൾ അത് മീൻസ് എന്താണ് പറയാം, അത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളപ്പോൾ അത് വിട്ടു തരിക എന്ന് പറയുന്ന പ്രോസസ് ഒക്കെ ലിവറാണ് ചെയ്യുന്നത്. ഇനി പലതരത്തിലുള്ള കാര്യങ്ങളും ലിവറിന് സിന്തസൈസ് ചെയ്യാനും സാധിക്കും. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ വരാത്ത കാര്യങ്ങളെ കൂടി
ഉൽപ്പാദിപ്പിച്ചെടുത്ത് ശരീരത്തിനെ സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു അവയവമാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ലിവറിനെ നന്നായി പരിപാലിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഏറെക്കുറെ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഇത് വലിയൊരു പരിഹാരമായി മാറും. കാരണം അത്രത്തോളം പ്രോസസ്സുകൾ ലിവറിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ചുരുക്കം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളിന്ന് നമ്മുടെ ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് വരുന്ന വിഷാംശങ്ങളെ ദൂരീകരിക്കുക. അത് വലിയൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ലിവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലഡിന്റെ ഫിൽട്രേഷൻ, ബ്ലഡിൽ മീൻസ് എന്താണ് പറയാ, അതിന്റെ ഇംപ്യൂരിറ്റീസിനെല്ലാം, ഡെഡ് സെൽസിനെല്ലാം, ഇപ്പോ റെഡ് ബ്ലഡ് സെൽസുകൾ ഉണ്ട്, അതിന്റെ ഡെഡ് സെൽസുകളെല്ലാം റിമൂവ് ചെയ്ത് അതിന്റെ പ്യൂരിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നതിലൊക്കെ വലിയ റോൾ വഹിക്കുന്നതാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലിവർ പിൽസ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന്റെ ഒരു കീ പോയിന്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത് ലിവറിന്റെ കേടുപാടുകൾ പരിഹരിക്കുകയും അതിനെ പുനഃക്രമീകരിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ഒരു മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലിവറിന്റെ കേടുപാടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നോർമലി നമ്മളുടെ ലിവറിന് ആവശ്യമായ ന്യൂട്രീഷ്യൻസ് നൽകിക്കൊണ്ട് ഭാവിയിൽ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാമേജുകൾ വരെയും ക്ലിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഒരു ലിവർ പിൽസിനുണ്ട്. ഇപ്പൊ ലിവറിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യുക, അതോടൊപ്പം തന്നെ ദഹന സംബന്ധമായ പ്രശ്നം. ഇനിയിപ്പോ ലിവറിന്റെ മറ്റൊരു ഒരു വലിയൊരു കർത്തവ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദഹന സംബന്ധമായ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ലിവറിന്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ദഹന സംബന്ധമായ കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും ലിവർ പിൽസിലൂടെ അവൈലബിൾ ആണ്. അതായത് ലിവറിന് വേണ്ട ദഹനത്തിന് ഏതെല്ലാം രൂപത്തിൽ സപ്പോർട്ട് ചെയ്യണോ ആ രൂപത്തിലേക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ലിവർ പിൽസിലൂടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ ആഗിരണത്തിനെയൊക്കെ എളുപ്പമാക്കാൻ സഹായിക്കുക പോലുള്ള കാര്യങ്ങൾ ദഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ആ ഒരു ലിവർ പിൽസ്. ഇനിയിപ്പോ ഫാറ്റി ലിവർ ഉണ്ടെന്ന് വിചാരിക്കാം, അതല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കൊരു നല്ലൊരു ഉൽപ്പന്നമാണ് ആ ഒരു ലിവർ പിൽസ്. പ്രമേഹ രോഗികളുണ്ടെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉത്തമ ഉൽപ്പന്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പൊ നമുക്ക് ഇൻസുലിൻ പോലുള്ള ഹോർമോണുകളുടെ ഉൽപാദനത്തിൽ വരെ ലിവറിന് വലിയൊരു പങ്കുണ്ട്. ഹോർമോൺ ഉൽപാദനം, അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപാദനം, ഇനിയിപ്പോ സ്ത്രീകളാണെങ്കിൽ ആർത്തവ സംബന്ധമായ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ലിവറിന് അതിൻ്റെതായ റോള് വഹിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ലിവറിന് അതിൻ്റെതായ റോളുകളുണ്ട്. ഇനി നമ്മുടെ സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക, അതിലൊക്കെ ലിവറിന് എന്തുണ്ട്, ലിവറിൻ്റെതായ റോളുകളുണ്ട്. അപ്പോ ലിവറിന്റെ തകരാറ് മൂലം നമ്മുടെ ശരീരത്തിൽ സ്കിന്നിന് പ്രശ്നം വരാം, അതല്ലെങ്കിൽ ഡയബറ്റിക് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മളെ ലീഡ് ചെയ്യാം, ഫാറ്റി ലിവർ പോലുള്ള കാര്യങ്ങളിലേക്ക് വരാം, അതല്ലെങ്കിൽ ഇപ്പോ കൊഴുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ കൊഴുപ്പിനെ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലിവറാണ് ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് ബ്ലഡ് പ്രഷർ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം, അതല്ലെങ്കിൽ ചീത്ത കൊഴുപ്പിന്റെ നല്ല കൊഴുപ്പിനെ സിന്തസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ലിവറിനുണ്ട്. അപ്പൊ നമ്മൾ നല്ല കൊഴുപ്പ് അധികം കഴിക്കുന്നില്ലെങ്കിൽ പോലും ഇതിനെ പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള കപ്പാസിറ്റി കൂടി ലിവറിനുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളുടെ ഹാർട്ടിനെ സംരക്ഷിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലിവർ പിൽസിന് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊരു ഇപ്പൊ ക്യാൻസർ പോലുള്ള രോഗങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നല്ലൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അപ്പൊ അവർ മെഡിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഡിക്കേഷനോടൊപ്പം തന്നെ അവർ കഴിക്കുന്ന മരുന്നുകളോടൊപ്പം തന്നെ അവർക്കൊരു ന്യൂട്രീഷണൽ ഫുഡായിട്ട് ലിവർ പിൽസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ലിവറിന്റെ കേടുപാടുകൾ മാറ്റുക മാത്രമല്ല, സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കും, സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതോടൊപ്പം തന്നെ പ്രമേഹ രോഗികളാണെങ്കിലും, കൊളസ്ട്രോൾ അസുഖമുള്ള ആളുകളാണെങ്കിലും, ഇനി ഫാറ്റി ലിവർ ഉള്ള ആളുകളായിക്കോട്ടെ, ഇനിയിപ്പോ ലിവർ സിറോസിസ് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെങ്കിലും അവർ മെഡിസിനോടൊപ്പം തന്നെ ഈ ഫുഡ് സപ്ലിമെന്റ് എടുക്കുന്നത് എന്തുകൊണ്ടും അവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പൊ ലിവറിന് വേണ്ട ന്യൂട്രീഷ്യൻസ് ആണ് ആക്ച്വലി ഈ ഒരു ഉൽപ്പന്നത്തിലൂടെ ലഭിക്കുന്നതെന്ന് ചുരുക്കം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നിലപ്പന, അതുപോലെ തന്നെ പെരിഞ്ജീരകം, തക്കോലം, നീർമരുത്, അഗതിചീര, മുരിങ്ങാലി, ഗാർലിക്,
ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ പറമ്പിൽ കാണുന്ന ഇതുമായിട്ടുള്ള സസ്യങ്ങളുണ്ട്. അതുകൂടാതെ നമ്മളെ കിച്ചണിൽ കാണുന്ന കാര്യങ്ങളുണ്ട്. ഈ സംഭവങ്ങളുടെ ഒരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ഉൽപ്പന്നം രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഈ പറയുന്നത്. സോ അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷൻ, ആ കോമ്പിനേഷനിലൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഈ ഉൽപ്പന്നം നമ്മുടെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ്സും അതുപോലെ തന്നെ ഓക്സി വെൽനസിന്റെ മറ്റു ഉൽപ്പന്നങ്ങളുമായി ഏത് രൂപത്തിൽ ഇതൊരു കോമ്പിനേഷനിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ലിവർ ഹെൽത്തിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ലിവറിന്റെ ഒരു പൂർണ്ണമായ ആരോഗ്യത്തിനാണ്, അതല്ലെങ്കിൽ ലിവറിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളുണ്ട്, ചിലപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാവാം, മഞ്ഞപ്പിത്തം ബാധിച്ചതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ പല ആളുകൾക്കും ഇപ്പൊ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇവരുടെ മെഡിക്കലൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. പണ്ടെപ്പോഴെങ്കിലുമൊക്കെ മഞ്ഞപ്പിത്തം വന്ന് പോയാൽ മതി. സോ അപ്പം അപ്പോൾ അത്തരം ആളുകളാണെങ്കിലും, ഇനി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സിവിയർ ലിവർ പ്രോബ്ലംസ് ഉള്ള ആളുകളാണെങ്കിലും അവർക്ക് പറ്റിയൊരു കോമ്പിനേഷൻ ആണ് പറയുന്നത്. അവർക്ക് ലിവ പിൽസിനോടൊപ്പം അശ്വഗന്ധ ചേർത്ത് കഴിക്കുക. അതുപോലെ തന്നെ ഇഞ്ചൻ ഡീമിക്സ്, ഇത് ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ലിവർ പ്രോബ്ലംസിന് വളരെ നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. അതുകൂടാതെ ഡൈജസ്റ്റീവ് ഹെൽത്തിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് നിങ്ങൾ പരിഹാരം ആഗ്രഹിക്കുന്നതെങ്കിൽ ലിവർ സപ്ലിമെന്റിനോടൊപ്പം തന്നെ GD മിക്സ് എന്നിട്ടുള്ള നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിക്കും. ഒപ്പം ഡീമിക്സ് ഇതും ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലത്തിന്, ദഹന സംബന്ധമായ പ്രശ്നം, പുളിച്ചു തേട്ടൽ, അതല്ലെങ്കിൽ അൾസർ പോലുള്ള പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ വലിയ ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. ഇനി ഡയബറ്റിക് ഉള്ള ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളായിക്കോട്ടെ, അവർക്ക് ലിവ പിൽസും ഡീമിക്സും LD മിക്സും അതുപോലെ തന്നെ ന്യൂട്രീൻ വിറ്റ ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ സിവിയർ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്ക് മെഡിക്കേഷൻ, ഇവിടെ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമുക്ക് ഉപയോഗിക്കേണ്ട മരുന്നുകളോടൊപ്പമാണ് നമ്മളുടെ ഫുഡ് സപ്ലിമെന്റുകളെല്ലാം തന്നെ എടുക്കേണ്ടത്. നിങ്ങൾ ഫുഡ് സപ്ലിമെന്റ് കിട്ടി, ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് കിട്ടി എന്നതിന്റെ പേരിൽ നാളെ കഴിക്കേണ്ട മരുന്നുകൾ കഴിക്കേണ്ട എന്നല്ല അർത്ഥം. മരുന്നുകളോടൊപ്പം ഈ ഫുഡ് സപ്ലിമെന്റ് എടുക്കുകയും പിന്നീട് പോയി ചെക്ക് ചെയ്യുകയും, ചെക്ക് ചെയ്യുന്നതിനനുസരിച്ച്, ഇപ്പൊ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ആരും മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ രോഗം മാറുമെന്ന പ്രതീക്ഷയിലാണ് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും അത് ജീവിതാവസാനം വരെ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ ജീവിതാവസാനം വരെ പോകുമ്പോൾ സ്വാഭാവികമായി ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഡ്രഗ്സിന്റെ ഒക്കെ ടോക്സിൻസ് കൊണ്ടും ലിവറിന് കംപ്ലൈന്റ് വരാം, അതല്ലെങ്കിൽ കിഡ്നിക്ക് കംപ്ലൈന്റ് വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ സ്വാഭാവികമായും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ദീർഘകാലമായി മരുന്ന് ഉപയോഗിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്നും പതുക്കെ പുറത്ത് വരാനായി ഇത്തരം ഫുഡ് സപ്ലിമെന്റുകളിലൂടെ നിങ്ങൾ പോകുകയും അതോടൊപ്പം തന്നെ മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്തതിന് ശേഷം ഓരോ ഇടവേളയ്ക്ക് ശേഷവും നിങ്ങൾ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അവയവങ്ങളെല്ലാം ഓക്കെ ആണ് എന്ന് ഡോക്ടർ ഉറപ്പ് തരുന്നതിന് മുറക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ മരുന്നുകൾ പതുക്കെ ഡോക്ടർമാർ തന്നെ കുറച്ച് തരും. നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അസുഖം കുറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മരുന്നിന്റെ ഡോസ് കുറക്കും, അതൊരു സമയം കഴിയുമ്പോൾ നിർത്തും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വേണ്ട ന്യൂട്രീഷൻ കൊടുക്കാതെ മരുന്ന് കൊണ്ട് മാത്രം നമ്മൾ ജീവിക്കാന്ന് വിചാരിച്ചാൽ ജീവിതകാലം മുഴുവനും മരുന്ന് തന്നെ കഴിക്കേണ്ടി വരും. അത് അവസാനം നമ്മൾ പോകുമ്പോഴും നമ്മുടെ വീട്ടിൽ ബാക്കി നമ്മുടെ ഷെൽഫിൽ ആ മരുന്ന് ബാക്കിയാക്കിയിട്ടായിരിക്കും പലപ്പോഴും, അങ്ങനെയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇനി ഇറഗുലർ മെൻസ്ട്രേഷൻ ഒക്കെ ഉള്ള PMSന്റെ പ്രശ്നം ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു കോമ്പിനേഷൻ ലിവ പിൽസും ടൂണും അശ്വഗന്ധയും ചേർത്ത് കഴിക്കുക. മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉള്ള ലേഡീസ് ആണെങ്കിൽ ലിവ പിൽസും ടൂണും അശ്വഗന്ധയും ചേർത്ത് കഴിക്കുക. ഇനി ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ക്യാൻസറിന് ഇപ്പൊ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോ അതല്ലെങ്കിൽ മരുന്നുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് അതിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ ആണ് ലിവാപിലും അതുപോലെ തന്നെ ഹീമോപ്ലസ്. ഹീമോപ്ലസ് സ്വാഭാവികമായും അവരുടെ ടോട്ടൽ ബ്ലഡ് കൗണ്ടിന്റെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിന്റെ pH ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും.
അതുപോലെ തന്നെ ഇമ്മ്യൂണോജൻ പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്, അത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ കൂടെ നമുക്ക് നല്ല ന്യൂട്രീഷ്യൻസ് ആവശ്യമാണ്. അപ്പൊ ഇതൊരു കോമ്പിനേഷൻ ആയിട്ട്, അപ്പൊ ലിവാപ്പിൽ, ഹീമിയോ പ്ലസ്, അതുപോലെ തന്നെ ഇംജൻ, ന്യൂട്രിയം വിറ്റ, ഇതൊരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാം. ഇനി സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. സ്കിൻ സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോ ചില ആളുകൾക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്നതിന് ശേഷം അതല്ലെങ്കിൽ ചിക്കൻ ബോക്സിന്റെ ഒരു ഹെർപ്പിക് മീൻസ് ആ ഒരു പോള പോലുള്ള കാര്യങ്ങളൊക്കെ വരില്ല. ആ സമയത്ത് നമുക്ക് ലിവാ പിൽസ് നല്ലതാണ്. അതോടൊപ്പം തന്നെ സ്കിൻ സംബന്ധമായ മറ്റ് പ്രോബ്ലംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ചില ആളുകൾക്ക് സിവിയർ സിറോ മീൻസ് സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ സ്കിൻ സംബന്ധമായ അലർജി പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കിന്നിൽ കലകൾ വീഴുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ലിവാ പിൽസും ഹീമിയോ പ്ലസും കരിഞ്ജീരകവും സ്കിൻ ക്യൂർ. സ്കിൻ ക്യൂർ നിങ്ങൾക്ക് സ്കിന്നിൽ ഇൻഫെക്ഷൻ ഉള്ള ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്യും. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം സോപ്പ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴുകാനും പാടില്ല. അത് വളരെ കോട്ടൺ തുണിയോ മറ്റോ കാര്യങ്ങൾ ഉപയോഗിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം പയറുപൊടി പോലുള്ള കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. സ്കിൻ ഡ്രൈ ആവാൻ ആവുന്ന രൂപത്തിലേക്കുള്ള സോപ്പ് പോലുള്ള കാര്യങ്ങൾ സ്കിൻ ക്യൂർ ഉപയോഗിക്കുന്ന ആളുകൾ അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോ ലിവാ പിൽസും ഹീമിയോ പ്ലസും കരിഞ്ജീരകവും സ്കിൻ ക്യൂറും ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി സ്കിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കിഡ്നിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവര് അതിനുവേണ്ടി മെഡിക്കേഷൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ നിന്ന് ഫാസ്റ്റ് ആയിട്ട് റിവേഴ്സ് വരാനായിട്ട് അവർക്ക് ലിവാപ്പിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഹീമിയോ പ്ലസ് ഉപയോഗിക്കാം, ഡിമിക്സ് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹീമിയോ പ്ലസ് ബ്ലഡിന്റെ ഘടന കറക്റ്റ് ചെയ്ത് നിലനിർത്തുകയും ലിവാപ്പിൽസ് ഡീടോക്സിഫിക്കേഷൻ കൂടുതലായിട്ട് മീൻസ് വിഷാംശങ്ങളെ നീക്കം ചെയ്യുകയും, അപ്പോൾ സ്വാഭാവികമായും അതുകൂടാതെ ബ്ലഡ് മീൻസ് നമ്മളുടെ പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താനും ഒരുപാട് കാര്യങ്ങൾ ലിവർ ചെയ്യുമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. 500ൽ പരം ജൈവരാസ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായും കിഡ്നിയുടെ ലോഡിനെ കുറക്കാൻ ഒരു പരിധി വരെയും ഈ ഒരു കോമ്പിനേഷൻ സഹായിക്കുകയും അവർക്ക് പതുക്കെ പതുക്കെ ക്രിയാറ്റിൻ ലെവലൊക്കെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അവർക്ക് മറ്റു തരത്തിലുള്ള ഒരു ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളതുമല്ല. ഈ കോമ്പിനേഷൻ ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്ന കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്. പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായ പ്രോബ്ലത്തിന് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മറ്റു ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കണം എന്നില്ല. അവർക്ക് ഡോക്ടർമാർ എന്ത് നിർദ്ദേശമാണോ കൊടുക്കുന്നത് അതനുസരിച്ച് മാത്രമുള്ള മരുന്നുകളോ അതല്ലെങ്കിൽ അതനുസരിച്ച് മാത്രമുള്ള ഉൽപ്പന്നങ്ങളോ ഭക്ഷണങ്ങളോ ആണ് അവർ ഉപയോഗിക്കേണ്ടത്. അതിനോടൊപ്പം ഈ സപ്ലിമെന്റ് അവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അത് ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ മാത്രമാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇത് ലിവാ പിൽസിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓരോ ദിവസവും ഓരോ ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും അതിന്റെ ഉപയോഗം എത്രയാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. സോ ലിവാ പിൽസ് ഉപയോഗിക്കേണ്ടത് 1 ടാബ്ലറ്റ്, ഇത് പിൽസ് ഫോമിലാണ്. അപ്പൊ ടാബ്ലറ്റ് ഫോമിലാണ്. ഒരു ദിവസം 2 നേരം നമ്മൾ ഉപയോഗിക്കണം. കണ്ടിന്യൂസ് 3 മന്ത്സ്, ഒരു 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇത് ലിവറിന് പ്രോബ്ലം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഇനി ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു 90 ദിവസം ഇയർലി നമ്മൾ ഒരു 3 മാസം ലിവറിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അവർക്ക് മറ്റു തരത്തിലുള്ള പ്രോബ്ലംസ് ശരീരത്തിൽ വരാതിരിക്കാൻ ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് ആയുർലിവാ പിൽസ്. അതിന്റെ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു, ഇറ്റ് ക്യാൻ ബി ജനറലി യൂസ്ഡ്. ഇത് ആർക്കും ജനറൽ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള മരുന്നിന്റെ രൂപത്തിലുള്ള ഉപയോഗമല്ല. ജനറലി നമുക്ക് ന്യൂട്രീഷ്യൻസ് ലിവറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതിന്റെ കോമ്പിനേഷൻസും ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. സോ അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലിവർ നമുക്കുണ്ടെങ്കിൽ, ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഫങ്ഷൻ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് അസുഖങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ സ്നേഹം കൊണ്ട് എപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ് അല്ലെ? ഇപ്പൊ ഒരാളോട് കൂടുതൽ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെ വിളിക്കാം? ദീദിയൊക്കെ ചിരിക്കുന്നുണ്ട്. സോ അപ്പൊ നമ്മള് അല്ലെ, നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം വരുമ്പോൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് പോലും അങ്ങനെയാണ്. അപ്പൊ അത്രയും സ്നേഹത്തോടു കൂടി പെരുമാറേണ്ട
അതല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു അവയവമാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പൊ ലിവർ നന്നായാൽ, അങ്ങനെ തന്നെ പരസ്യങ്ങളൊക്കെ തന്നെ നമ്മൾ മാർക്കറ്റിൽ കണ്ടെത്തും. അപ്പൊ നിങ്ങളുടെ ലിവറിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ, അതിന് കേടുപാടുകൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 മാസം ജനറലി ആർക്കും ഇത് ഉപയോഗിക്കാം. ഇനി കേടുപാട് വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കാൻ വേണ്ട. അങ്ങനെയുള്ള ആളുകളൊക്കെ, ഒരുപാട് ആളുകൾ നമ്മുടെ സപ്ലിമെന്റ്സ് ഉപയോഗിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. അതാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ അഡ്വാൻറ്റേജ്. നല്ല പ്രൂവൺ റിസൾട്ട് തരുന്നതാണ്, റിസർച്ച് ഓറിയന്റഡ് ആണ്, സയന്റിഫിക്കലി പ്രൂവൺ ആണ്, 100% നാച്ചുറൽ ആണ്. സോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. നമ്മുടെ ലിവറിനെ കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ടാകും. ലിവർ പിൽസ് നമുക്ക് എല്ലാവർക്കും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലോ അല്ലാതെ വേറെ ചെക്കപ്പുകൾ നമ്മൾ ചെയ്തു നോക്കിയാൽ പോലും ഇന്ന് കൃത്യമായിട്ടുള്ള ലിവറിനെ കുറിച്ചുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്ക് ലിവറിന് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ഓക്കെയാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറയുന്നതാണ് അങ്ങനെ. പക്ഷേ അത് സാറ് പറഞ്ഞതുപോലെ കൊള്ളങ്കലത്തിന് ശേഷമാണ് അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അപ്പോ നമുക്ക് എല്ലാവർക്കും ആരോഗ്യമായിട്ട് ജീവിക്കാൻ അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ സിദ്ദിഖ് സാറിന് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, അപ്പോ നാളെ ഇതേ സമയം 9 മണിക്ക് തന്നെ നമ്മുടെ വേറൊരു പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം. ഇത്രയും നേരം ഈ പ്രോഗ്രാമിൽ കേട്ടിരുന്ന നിങ്ങൾ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ആൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു.